ലോകകപ്പ് ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് ഇംഗ്ലണ്ട് സൂപ്പർ പോരാട്ടം. നാളെ പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. മത്സരശേഷം ദിദിയർ ദശാംസ് ഫ്രഞ്ച് പരിശീലക സ്ഥാനമൊഴിയും. ലോക കിരീടം നേടാൻ ഫേവറേറ്റുകളായിരുന്ന രണ്ടു ടീമുകൾ ലൂസേഴ്സ് ഫൈനലിൽ നേർക്കുനേർ. ലോകകപ്പിൽ ആക്രമണ ഫുട്ബോൾ കൊണ്ട് കളം നിറഞ്ഞ ദശാംസിന്റെ ഫ്രാൻസും അതിവേഗ ഫുട്ബോളിലൂടെ മുന്നേറിയ ടുഗറിന്റെ ഇംഗ്ലണ്ടും. 3ാം സ്ഥാനം നേടി ലോകകപ്പിലെ അവസാന മത്സരം അവിസ്മരണീയമാക്കാനായിരിക്കും ഇരു ടീമുകളുടെയും ശ്രമം. ലോകകപ്പ് സെമിയിൽ അപ്രതീക്ഷിത തോൽവി കഴിഞ്ഞതിന്റെ ആഘാതത്തിലാണ് ഫ്രഞ്ച് പട. ഗോളടിച്ചു കൂട്ടിയ എംബാപ്പെ ഉൾപ്പെടെയുള്ള മുന്നേറ്റം സ്പെയിനെതിരെ നിഷ്പ്രഭമായി. എല്ലാ മത്സരവും വിജയിച്ച സെമിയിലെത്തിയ ഫ്രാൻസ് 16 ഗോളുമായി മിന്നും ഫോമിലായിരുന്നു. എന്നാൽ സ്പെയിന്റെ പൊസിഷൻ ഫുട്ബോൾ മുന്നിൽ മറുപടിയില്ലാതെ കുരുങ്ങി. ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ ജയിച്ച് ആക്രമണ ഫുട്ബോൾ നഷ്ടപ്പെട്ടില്ലെന്ന് കൂടി തെളിയിക്കേണ്ടതുണ്ട് ഫ്രാൻസിന്. പരിശീലകൻ ദശാംസിന് വിജയത്തോടെ വിടവാങ്ങൽ മത്സരത്തിന് അവസരമൊരുക്കുകയായിരിക്കും ഫ്രഞ്ച് താരങ്ങളുടെ ശ്രമം. ജയിക്കേണ്ടിരുന്ന സെമിഫൈനൽ മത്സരം പ്രതിരോധത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി എന്ന വികാരമാണ് ഇംഗ്ലണ്ട് ക്യാമ്പിൽ. ആദ്യ ഗോൾ ഇംഗ്ലണ്ട് നേടിയതിന് പിന്നാലെ പ്രതിരോധത്തിൽ മാത്രമായി ഒതുങ്ങിയതോടെ അർജന്റീന മത്സരത്തിൽ മേധാവിത്വം നേടിയെന്നും മുന്നേറ്റ താരമായ ഗോർഡനെ പിൻവലിച്ച് പ്രതിരോധാർത്ഥി ഇറക്കി പിഴച്ചെന്നും വിലയിരുത്തലുണ്ട്. ആദ്യ ഗോളിന് ശേഷം അർജന്റീന 88% പൊസിഷൻ നേടിയിരുന്നു. 60 വർഷത്തിന് ശേഷം ലോകകപ്പ് സ്വപ്നം കണ്ട ഇംഗ്ലണ്ട് നോക്കൌട്ടിൽ വീണ്ടും കാലിടറുകയായിരുന്നു. നേരിട്ടുള്ള കണക്കുകളിൽ ഇംഗ്ലണ്ടിനാണ് മുൻതൂക്കം. 32 മത്സരങ്ങളിൽ 17 ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ ഫ്രാൻസിന് ജയിക്കാനായത് 10 മാത്രം. ലോകകപ്പിൽ ഏറ്റുമുട്ടിയ 3-ൽ 2 ജയിച്ചത് ഇംഗ്ലണ്ട്. എന്നാൽ 2018 റഷ്യൻ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ഫ്രാൻസ് പിന്നീട് കിരീടവും നേടി. ഈ തോൽവിക്ക് പകരം വീട്ടാൻ കൂടിയായിരിക്കും ഇംഗ്ലണ്ട് ഇറങ്ങുക. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.